ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ ബിനോയ് വിശ്വം. യഥാർത്ഥത്തിൽ ഒരു വാശിയേറിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് എന്താണ്? ഗുഡ് മോർണിംഗ്. സംശയം എന്താണ്? ഞങ്ങളുടെ നിലപാട് LDF-ന്റെ വിജയം ഉറപ്പിക്കലാണ്. ആ വിജയം സുനിശ്ചിതമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാഥമിക പ്രവർത്തനങ്ങളിലും LDF വ്യാപൃതമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയുടെയും LDF-ന്റെയും സംഘടനാ മെഷീനറി നല്ലവണ്ണം നീങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി മാറിയ PV അൻവർ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ 29 ദിവസം തന്നെ ആവശ്യമില്ല, ഒരു 10 ദിവസത്തിൻ്റെ ആവശ്യമുള്ള 15 ദിവസം അധികം കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ അത്ര വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ച. മാത്രമല്ല ഈ സംസ്ഥാന മന്ത്രിസഭയ്ക്കും പിണറായി വിജയന് വ്യക്തിപരമായും ഒരു 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 അടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തി കഴിഞ്ഞു. അൻവറിന്റെ പല ആത്മവിശ്വാസങ്ങളും ഇതിനേക്കാളും വലിയ വിശ്വാസങ്ങളും ഒത്തുകുമളയേക്കാളും പെട്ടെന്ന് തകർന്നു പോയ കാഴ്ച എത്രയോ വട്ടം കേരളം കണ്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിങ്ങളിൽ എത്രയധികം പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തന്നു പോവുകയാണ്. ഈ ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും ഈ നിലമ്പൂരിൽ? അങ്ങനെ ഒരു ചലഞ്ച് കാണുന്നില്ല. ഞങ്ങൾ പൊതുവെ 9 കൊല്ലം പൂർത്തിയാക്കിയ LDF-ന്റെ ഭരണം, ആ ഭരണത്തിന്റെ മഹത്തായ നേട്ടങ്ങളെന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്. ഇതാണ് വഴിയെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ മുമ്പിൽ LDF അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF-ന് ഇതുവരെയും സ്ഥാനാർത്ഥി ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരിലേക്ക്, ജോയിലേക്കും അതുപോലെ ആര്യാടൻ ഷൗക്കത്തിലേക്കും ഈ ഭാഗ്യജാതകം നീണ്ടു ചെല്ലുകയാണ്. LDF-ൽ എങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടോ? അതിനിടയിൽ ചില കമൻറ്റുകളും വരുന്നുണ്ട്. ഏതെങ്കിലും UDF വിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ LDF പിടിച്ച് നിർത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ചില കമൻറ്റുകളും ആളുകൾ അടിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നിലപാടെന്താണ്? ഞങ്ങളിതിനെ കാണുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ്. ജാതകം നോക്കേണ്ട വിഷയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള ഈ തർക്കങ്ങളും പിന്നെ ഉടമ്പടികളും ഒക്കെ എന്നും ഉണ്ടാകുന്നതാണ്. ഞങ്ങൾ അതിനെപ്പറ്റി വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി യഥാസമയത്ത് വരും. ആ സ്ഥാനാർത്ഥി ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥിയായിരിക്കും. ആ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് പൂർണ്ണമായും സ്വീകാര്യനായിരിക്കും. ആ സ്ഥാനാർത്ഥി ജയിക്കും. ഈ അങ്ങേക്കറിയുന്ന പോലെ ഈ പാലക്കാട് ഡോക്ടർ സരിൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ അങ്ങനെ ആരെങ്കിലും വരുമെന്നാണ് നമ്മുടെ ഈ പ്രേക്ഷകൻ ഇപ്പൊ പ്രവചിക്കേണ്ട. ഉചിതമായ സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥി എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ ആളായിരിക്കും. ആ സ്ഥാനാർത്ഥി ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. ഈ താങ്കൾ പറഞ്ഞല്ലോ 9 കൊല്ലക്കാലത്തെ നല്ല ഭരണം LDF കാഴ്ചവെച്ചുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലായി വരും എന്ന് താങ്കൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഭയപ്പെടുന്നില്ല? ഇല്ല. ഇല്ല. ഓക്കെ, താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ടെലിഫോൺ ലൈനിൽ ചേർന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് CPI അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്.